ഹായ് ഗൈസ്, റിവ്യൂ പോയിന്റിന്റെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി അടൂർ ഗോപാലകൃഷ്ണൻ വീണ്ടും ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നുവെന്ന് ഏറെ നാളായി കേൾക്കുന്ന ഒരു വാർത്തയാണ്. ഇന്നിപ്പോൾ ഈ ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്തെന്നാൽ, തകഴി ശിവശങ്കരപിള്ളയുടെ രണ്ടിടങ്ങഴി എന്നൊരു നോവലിനെ ബേസ് ചെയ്താണ് ഈ ഒരു സിനിമ ഒരുങ്ങുന്നതെന്നും മാത്രമല്ല ഈ സിനിമയിൽ ഫീമെയിൽ ലീഡ് റോളിൽ നയൻതാരയാണ് എത്തുന്നതെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഏകദേശം 25 ദിവസത്തെ ഷൂട്ട് മാത്രമുള്ള ഈ ചിത്രം നിർമ്മിക്കുന്നത് മമ്മൂട്ടി കമ്പനിക്ക് വേണ്ടി മമ്മൂക്ക തന്നെയാണ്. കാത്തിരിക്കാം ഈ സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായി. സർവം മായ എന്ന ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിന് ശേഷം നിവിൻ പോളിയെ നായകനാക്കി അഖിൽ സത്യൻ വീണ്ടും ഒരു സിനിമ സംവിധാനം ചെയ്യാൻ ഒരുങ്ങുന്നു. ഇന്നിപ്പോൾ ഈ ഒരു വാർത്ത പുറത്തുവിട്ടിട്ടുള്ളത് അഖിൽ സത്യൻ തന്നെയാണ്. അതായത് സർവമായയുടെ ഒരു ഷൂട്ടിന്റെ ടൈമിൽ തന്നെ നിവിൻ പോളിയോട് താൻ മറ്റൊരു സ്ക്രിപ്റ്റിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടെന്നും നിവിൻ പോളിക്ക് അത് ഇഷ്ടമായെന്നുമാണ് അഖിൽ സത്യൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഈ ഒരു ഹിറ്റ് കോംബോയിൽ നമുക്ക് ഉടൻ തന്നെ ഒരു സിനിമ കൂടി കാണാനാവും. ബാച്ചലർ പാർട്ടി എന്ന സിനിമയുടെ സ്പിരിച്വൽ സീക്വലായി, അതായത് അതേ സ്റ്റോറി വെച്ചിട്ട് മറ്റൊരു തിരക്കഥയിൽ ഒരു സിനിമ വരുന്നെന്ന് കുറച്ച് നാളുകളായി കേൾക്കുന്ന ഒരു വാർത്തയാണ്. സത്യത്തിൽ ഈ ഒരു സിനിമയുടെ ഷൂട്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് നടക്കേണ്ടതായിരുന്നു. എന്നാൽ പല കാരണങ്ങളാൽ അത് നടന്നിരുന്നില്ല. ഇതിൽ പ്രധാനമായും നസ്ലിൻ, ലുക്മാൻ, അതുപോലെ തന്നെ ഷൈം ടോം ചാക്കോ, സൗബിൻ ഷാഗർ, ശ്രീനാഥ് ബാസി എന്നിവരൊക്കെയാണ് ബാച്ചലർ പാർട്ടിയുടെ നമ്മൾ കണ്ടിട്ടുള്ള കഥാപാത്രങ്ങളായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ വരാൻ പോകുന്ന ഈ ഒരു സിനിമയിൽ അഭിനയിക്കാനിരിക്കുന്നത്. എന്തായാലും ഈ ചിത്രത്തിന്റെ ഷൂട്ട് വരുന്ന ജനുവരി മാസം അവസാന വാരത്തോടു കൂടി കൃത്യമായി തുടങ്ങുമെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഹോളിവുഡിൽ നിന്നും റീസെന്റ് ആയി റിലീസിനെത്തിയ അവതാർ 3 എന്ന ചിത്രം 15 ദിവസങ്ങൾ കൊണ്ട് 1 ബില്യൺ കളക്ഷനിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് 3 സിനിമകൾ 1 ബില്യൺ കളക്ഷനിൽ എത്തിക്കുന്ന ആദ്യത്തെ സംവിധായകനായിട്ടും ജെയിംസ് കാമറൂൺ മാറിക്കഴിഞ്ഞു. അവതാറിന്റെ മുൻ സിനിമകളുടെ ആ 1 ബില്യൺ കളക്ഷനെ പറ്റി നോക്കുകയാണെങ്കിൽ അവതാറിന്റെ ആദ്യ ഭാഗം ഏകദേശം 19 ദിവസങ്ങൾ കൊണ്ടാണ് 1 ബില്യൺ കളക്ഷനിലേക്ക് എത്തപ്പെട്ടത്. അതേസമയം അവതാർ 2 ദ വേ ഓഫ് വാട്ടർ എന്ന ചിത്രം 14 ദിവസങ്ങൾ കൊണ്ടാണ് 1 ബില്യണിലേക്ക് എത്തിയത്. എന്നാൽ അവതാർ 3 ഈ 3ാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ഏകദേശം 15 ദിവസങ്ങൾ എടുത്തു. എല്ലാം തുല്യമൊക്കെ ആണെങ്കിൽ പോലും ഈ ഒരു അവതാറിന്റെ ഒരു 3ാം ഭാഗം മറ്റ് സിനിമകൾ നേടിയതുപോലെ ആ ഒരു 2 ബില്യൺ കളക്ഷൻ നേടുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം സിനിമയ്ക്ക് ഭയങ്കര ഒരു മിക്സഡ് റെസ്പോൺസ് ആണ് ലഭിച്ചിട്ടുള്ളത്. മാത്രവുമല്ല ഒരു പ്രീസെയിൽ കളക്ഷനിലൂടെയാണ് അവതാറിന് ഇത്രയും വലിയൊരു കളക്ഷനൊക്കെ നേടാൻ സാധിച്ചത്. നിലവിൽ വരുന്ന ഫെബ്രുവരി മാസത്തോടു കൂടി ചിത്രം ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്യുമെന്നും വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് അതിനെല്ലാം ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായി കാത്തിരിക്കാം. ജയസൂര്യയെ നായകനാക്കി മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്തു വരുന്ന ആട് 3 എന്ന സിനിമയുടെ ഷൂട്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് ചിത്രത്തിന്റെ 5ാമത്തതും അവസാനത്തതുമായ ഷെഡ്യൂൾ ചിത്രീകരണം ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം ഇപ്പോൾ 120 ദിവസത്തെ ഷൂട്ട് മൂവി ടീം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ഈ ഒരു ഷെഡ്യൂൾ 5ാം ഘട്ട ചിത്രീകരണം ഏകദേശം 2 ആഴ്ചത്തോളം കാണുമെന്നാണ് പറയുന്നത്. അതോടുകൂടി ഈ സിനിമയുടെ ഷൂട്ടിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ആവുകയാണ്. പിന്നെ പലർക്കും ഉള്ളൊരു സംശയമാണ്, വിനായകന്റെ അപകടത്തെ തുടർന്ന് ഈ സിനിമയുടെ റിലീസ് മാറ്റിവെക്കുമോ, വിനായകൻ ഇനിയും ഷൂട്ട് ബാക്കിയുണ്ടോ എന്നൊക്കെ. അങ്ങനെ ഒരു തീരുമാനത്തിലൊന്നും മൂവി ടീം എത്തിയിട്ടില്ല. നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം വിനായകന്റെ പോർഷന്റെ ചിത്രീകരണം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏകദേശം ഈ ഒരു 2 ആഴ്ചത്തെ ഷൂട്ട് കൂടെ കഴിയുകയാണെങ്കിൽ ആട് 3യുടെ എൻ്റെ ഷൂട്ട് മൂവി ടീം പൂർത്തിയാക്കി പാക്കപ്പ് ആകും. പിന്നെ ഓൾറെഡി സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ ആരംഭിച്ചിരുന്നു. ഏകദേശം പകുതിയോളം പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പൂർത്തിയാക്കിയെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. വരുന്ന മാർച്ച് 19-ാം തീയതി തന്നെ ആട് 3 നമുക്ക് തിയേറ്ററുകളിൽ കാണാനാവും. KGF 2 എന്ന സിനിമയ്ക്ക് ശേഷം യഷിനെ നായകനാക്കി ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്തു വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ടോക്സിക്. വളരെ പ്രതീക്ഷകളോടെ വരാനിരിക്കുന്ന ഈ ഒരു പാൻ ഇന്ത്യൻ ബ്രഹ്മാണ്ഡ സിനിമയായ ടോക്സിക്കിന്റെ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം വരുന്ന ജനുവരി 8-ാം തീയതി പുറത്തു വരുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. മേ ബി സിനിമയുടെ ഒരു ട്രെയിലറോ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ ടീസറോ പുറത്തു വരാനാണ് സാധ്യത. തെലുങ്കിൽ നിന്നും റീസെന്റ് ആയി തിയേറ്ററുകളിലേക്ക് എത്തി ഒരു പരാജയം മാറിയ ഒരു ബാലയ സിനിമയാണ് അഖണ്ഡ 2. ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ് പലരും കമന്റ് മുഖേന ചോദിച്ചിരുന്നു. വരുന്ന ജനുവരി 9-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ അഖണ്ഡ 2 OTT റിലീസ് ചെയ്യുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി പേർ ചോദിക്കുന്ന മറ്റൊരു OTT അപ്ഡേറ്റ് ആണ് നമ്മുടെ കളങ്കാവലിൻ്റെത്. മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത കളങ്കാവൽ തിയേറ്ററുകളിൽ വലിയൊരു വിജയമായിരുന്നു. എന്തായാലും ഈ ചിത്രവും ഇപ്പോൾ OTT റിലീസിലേക്ക് കടക്കുന്നു. നമ്മൾ മുമ്പൊരിക്കൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സോണി ലിവ് ആണ് കളങ്കാവലിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. വരുന്ന ജനുവരി 9-ാം തീയതി കളങ്കാവൽ OTT റിലീസ് ചെയ്യാനാണ് സാധ്യത. എന്നാൽ അത് അവർ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ലെങ്കിലും ആ ഒരു ഡേറ്റിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഷെയ്ൻ നിഗം നായകനായിട്ട് എത്തിയ ബൾട്ടി എന്ന ചിത്രവും വരുന്ന ജനുവരി 9-ാം തീയതി ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്യുമെന്നൊരു വാർത്ത പുറത്ത് വന്നിട്ടുണ്ട്. എന്നാൽ അത് ഒഫീഷ്യൽ അല്ല. എന്തായാലും നമുക്ക് ആ ഒരു 9-ാം തീയതി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അജിത് കുമാറിനെ നായകനാക്കി വെങ്കട് പ്രഭു സംവിധാനം ചെയ്ത മങ്കാത്ത എന്ന ചിത്രം റീ റിലീസിന് എത്തുന്നു എന്ന് നേരത്തെ തന്നെ വാർത്തകൾ വന്നിരുന്നതാണ്. എന്നാൽ ആ ഒരു റീ റിലീസ് തീയതി ഈ വരുന്ന ജനുവരി 14-ാം തീയതിയാണ്, 20-ാം തീയതിയാണ്, 23-ാം തീയതിയാണെന്നൊക്കെ പറഞ്ഞ് നിരവധി റൂമറുകൾ പുറത്തു വന്നിരുന്നു. എന്തായാലും ഇപ്പോൾ ആ ഒരു ഡേറ്റ് ഏതാണെന്നുള്ള കാര്യം മൂവി ടീം ലോക്ക് ചെയ്തിട്ടുണ്ട്. വരുന്ന ജനുവരി 23-ാം തീയതിയാണ് മങ്കാത്ത റീ റിലീസിനെത്തുക.
കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നതാണ് ദ രാജാസാബ് എന്ന പ്രഭാസിന്റെ പാൻ ഇന്ത്യൻ സിനിമ റിലീസിനെത്തുമ്പോഴത്തേന് ഈ 3 മണിക്കൂർ 10 മിനിറ്റ് റണ്ണിംഗ് ടൈം എന്നത് കുറച്ചധികമാണ്. അത് എന്തായാലും പ്രേക്ഷകർ കണ്ടിരിക്കാൻ സാധ്യതയില്ല, എന്തെങ്കിലും നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ടെന്ന്. എന്തായാലും മൂവി ടീം അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാവണം. ഏകദേശം സിനിമയിൽ നിന്നും 12-13 മിനിറ്റിനടുത്ത് ട്രിം ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ ഇന്റർവെല്ലിന് ശേഷമുള്ള ഒരു 10-12 മിനിറ്റ് ട്രിം ചെയ്തിട്ടായിരിക്കും നമുക്ക് തിയേറ്ററിലേക്ക് രാജാസാബ് എത്തുക. അതായത് ഏകദേശം ഒരു 2 മണിക്കൂറും 55 മിനിറ്റ് 57 മിനിറ്റ് ആ ഒരു റണ്ണിംഗ് ടൈമിൽ നമുക്ക് രാജാസാബ് കാണാനാകും. വരുന്ന ജനുവരി 9-ാം തീയതി പാൻ ഇന്ത്യൻ റിലീസായിട്ട് കേരളത്തിൽ മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിലാണ് രാജാസാബ് റിലീസിനെത്തുന്നത്. നിവിൻ പോളിയെ നായകനാക്കി അഖിൽ സത്യൻ സംവിധാനം ചെയ്ത സർവമായ എന്ന ചിത്രത്തിന്റെ 11 ദിവസത്തെ കേരള വേൾഡ് വൈഡ് ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 11 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 51 കോടി രൂപയാണ് സർവമായ സ്വന്തമാക്കിയിട്ടുള്ളത്. കേരളത്തിൽ മാത്രം ഒരു സിനിമ 50 കോടി കളക്ഷൻ നേടുക എന്നത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. അത് വെറും 11 ദിവസങ്ങൾ കൊണ്ടാണ് സർവമായ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 105 കോടി രൂപയിലേക്കും എത്തപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല വരും ദിവസങ്ങളിലും സർവമായക്ക് മികച്ചൊരു കളക്ഷൻ എത്താനാണ് സാധ്യത. എന്തായാലും നമുക്ക് കാത്തിരിക്കാം സർവമായയുടെ ഫൈനൽ കളക്ഷൻ വരെ. ദളപതി വിജയിയെ നായകനാക്കി എച്ച് വിനോദ് സംവിധാനം ചെയ്ത ജനനായകൻ എന്ന സിനിമയുടെ ട്രെയിലർ ഇന്നലെ പുറത്തു വരികയും സോഷ്യൽ മീഡിയയിൽ അത് വലിയൊരു തരംഗമാവുന്ന കാഴ്ചയും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിന് പിന്നാലെ ഒരു ഞെട്ടിക്കുന്ന അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ജനനായകൻ സിനിമയുടെ OTT റിലീസിന്റെ കൃത്യമായ റിലീസ് തീയതി നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ഏകദേശം ആമസോൺ പ്രൈം 135 കോടി രൂപയോളം നൽകിയിട്ടാണ് ജനനായകന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. അത് കൃത്യമായ റിലീസ് തീയതി മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് വരുന്ന ഫെബ്രുവരി മാസം 6-ാം തീയതി ജനനായകൻ OTT റിലീസ് ചെയ്യും. ആ ഒരു ഡേറ്റ് മുന്നിൽ കണ്ടാണ് ഈ ഒരു സിനിമയ്ക്ക് 135 കോടി രൂപ നൽകി ആമസോൺ പ്രൈം ഈ ഒരു കരാർ ഉറപ്പിച്ചിട്ടുള്ളതും. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ജനനായകന്റെ തിയേറ്റർ റിലീസിനായി. വരുന്ന 9-ാം തീയതി ആരൊക്കെ ജനനായകൻ സിനിമ കാണാൻ പോകുന്നുണ്ടെന്ന് കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. പിന്നെ മറ്റൊരു കാര്യം പറയാനുണ്ട്, നമുക്ക് പഴയതുപോലെ വീഡിയോ ചെയ്യണമെന്നാണ് ആഗ്രഹം. പക്ഷെ ജോലി തിരക്കുകൾ കാരണം സമയം കിട്ടുന്നില്ല. പക്ഷേ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഫേസ് റിവീൽ ചെയ്ത് വീഡിയോ ചെയ്യുന്നത്. എന്തായാലും വീഡിയോ മുടങ്ങാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. വീഡിയോ മുടങ്ങാതെ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് വരും. സമയമുള്ളപ്പോൾ ഞാൻ ആ ഒരു രീതിയിൽ തന്നെ വീഡിയോ ചെയ്യും, ഇല്ലാത്തപ്പോൾ ഇങ്ങനെയായിരിക്കും വീഡിയോ ചെയ്യുന്നത്. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.